ഹല്ലേലൂയ ഈശോയെ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ, ഈശോയെ ആരാധന. കർത്താവേ മഹത്വം, ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കരുണയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. സാധിക്കുന്നവരെല്ലാം കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ എന്തായിരിക്കുന്നോ ദൈവത്തിന്റെ വലിയ കരുണയാണ്, ദൈവത്തിന്റെ വലിയ കൃപയാണെന്നുള്ള വലിയ ബോധ്യത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദുരിതങ്ങളിലേക്ക് നോക്കി മനസ്സ് പതറാതെ, നിരാശപ്പെടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കുകയുമില്ല. സങ്കീർത്തനം 33 22 വചനത്തില് സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ദൈവജനത്തിന്റെ സങ്കീർത്തകന്റെ വലിയ ഒരു പ്രാർത്ഥന ഇതാണ്, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രതീക്ഷ നിന്നിൽ അർപ്പിച്ചിരിക്കുക. ഈ ജൂബിലി വർഷത്തില് തീർത്ഥാടകരുടെ പ്രതീക്ഷ എന്നാണ് ഈ ജൂബിലി വർഷത്തെ പരിശുദ്ധ മാർപ്പാപ്പ വിശേഷിപ്പിച്ചിരിക്കുക. വലിയ പ്രതീക്ഷയോടെയുള്ള ഒരു യാത്രയാണ് ഈ ഭൂമിയിലെ നമ്മുടെ യാത്ര. കർത്താവേ, ഞങ്ങൾ നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. നല്ല തമ്പുരാനെ, ഈ എളിയവരായ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ ഫസ്റ്റ് സാറ്റർഡേയും ഫസ്റ്റ് ഫ്രൈഡേയും നമ്മൾ ഈ ശുശ്രൂഷയിൽ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഓർക്കുകയായിരുന്നു. ഏകദേശം 2 വർഷത്തോളം പിന്നിടുകയാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട്. 2 വർഷം കഴിഞ്ഞു. ദൈവത്തിന്റെ വലിയ കരുണയാലാണ് നമ്മളിവിടെ ഒരുമിച്ചായിരിക്കുന്നത് എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഇനിയും ഈ ശുശ്രൂഷകള് കണ്ടിന്യൂ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴെല്ലാം കർത്താവ് എത്ര തിരക്കുകളാണെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് തരിക. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എനിക്ക് നമ്മുടെ ഈ ഫസ്റ്റ് ഫ്രൈഡേ നടന്ന വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് എനിക്ക് കണ്ണുനീരോടെ ഒരു മെസ്സേജ് അയച്ചിരിക്കുക. സിസ്റ്ററെ, ഫസ്റ്റ് ഫ്രൈഡേയുള്ള ശുശ്രൂഷയിൽ ആരാധനയിൽ ഞാനൊരു പള്ളിയിലിരുന്നാണ് കൂടുന്നത്. അതീവ മനോഭാരത്തോടെ എനിക്ക് ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത വലിയൊരു രോഗത്തിന്റെ പീഡയിലാണ് എൻ്റെ ശരീരമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ ഈശോയുടെ മുൻപിലായിരുന്നു കൊണ്ട് കണ്ണുനീരോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. എൻ്റെ ശരീരത്തിന്റെ ഉൾഭാഗത്ത് ഒരു വലിയ മുഴ പ്രത്യക്ഷപ്പെട്ടിട്ട് ഏതാനും നാളുകളായി. അത് മാറുന്നില്ല. ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്കറിയാം അത് നല്ല ഒരു അവസ്ഥയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന്. എനിക്കിത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധിയാണെന്നറിഞ്ഞ് കണ്ണുനീരോടെ ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു മെസ്സേജ് തരികയാണ് ആരാധനയുടെ സമയത്ത് സിസ്റ്ററിലൂടെ. കർത്താവ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിലെ മുഴ കർത്താവ് എടുത്തു മാറ്റുന്നുവെന്ന്. ആ സ്ത്രീ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്, സിസ്റ്ററെ, ആ ശുശ്രൂഷ കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ എൻ്റെ ശരീരത്തിൽ ആ മുഴയില്ല, ഞാൻ പരിപൂർണമായി സൗഖ്യപ്പെട്ടിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ഡിസംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിലാണ് കർത്താവ് ഈ വലിയ അത്ഭുതം ചെയ്തത്. ദൈവത്തിന്റെ മഹാകരുണയോർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയെ, നിന്റെ വലിയ കരുണയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. എളിയവരായ ഞങ്ങൾ നിലവിളിച്ച് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിന്റെ വലിയ സാധ്യതയിലേക്ക് കർത്താവെ, മനസ്സ് തകർന്നിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ മക്കളുണ്ട് കർത്താവെ. ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് കിട്ടാത്ത മക്കളുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന മക്കളുണ്ട്. കുഞ്ഞുങ്ങളുടെ വലിയ ക്യാൻസർ രോഗത്തിന്റെ പിടിയിലായതോർത്ത് ചങ്കുപൊട്ടി കരയുന്ന മാതാപിതാക്കളുണ്ട് ഈശോയെ. എല്ലാ മക്കളെയും നിന്റെ പരിശുദ്ധമായ സന്നിധിയിലേക്ക്
വലിയ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ എല്ലാം നിനക്ക് സമർപ്പിച്ച് ഈശോയെ, തകർച്ച മാത്രം കണ്ടു വാവിട്ട് നിലവിളിക്കുന്ന മക്കളെ എല്ലാം ചേർത്ത് വെച്ച് ഈ എളിയവൻ നിലവിളിച്ചു, അവിടുന്ന് അത് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി എന്നുള്ള വലിയ വിശ്വാസത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ, നിന്റെ വലിയ ശക്തി ലോകമെമ്പാടും നിന്ന് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ അൾത്താറിൽ നീ സമൂഹത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് ഒഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വലിയ കരുണയിലാ ഞങ്ങൾ ആശ്രയിക്കുന്നത് ഈശോയെ. നിന്റെ വലിയ കരുണയിൽ ഒരു ഹൃദയത്തോടെ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. കണ്ണു കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ടില്ലാത്തത്, സ്വർഗീയ കവാടം തുറന്ന് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന സ്വർഗത്തിന്റെ കൃപയെ ഈ കൂട്ടായ്മ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മനസ്സും ശരീരവും ആത്മാവും ഉയർത്തി സ്വർഗത്തോളം ചേർത്ത് വെച്ച് ഞങ്ങൾ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കൂട്ടായ്മയുടെ മക്കളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ആത്മാവേ, ആദിമ സഭാ സമൂഹത്തിൽ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ വചനത്തെ സ്ഥിരീകരിച്ച കർത്താവേ, ഞങ്ങൾ മുഴു ഹൃദയത്തോടെ നിന്റെ വലിയ കൃപാവലയത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് വെച്ച് ഒരു ഹൃദയത്തോടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പാടി ആരാധിക്കാം. ആത്മാവിന്റെ നിറവിന് വേണ്ടി കൊതിയോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, 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 ആരാധന. ഓ യേശുവേ, ആരാധന. ഈശോയെ, രോഗികൾ സുഖപ്പെടട്ടെ കർത്താവേ. വലിയ രോഗസൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വലിയ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാവട്ടെ. കർത്താവിന്റെ ശക്തി ഈശോയെ അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ എന്റെ ദൈവം ഇന്നും ജീവിക്കുമെന്ന് അനുഭവിക്കാത്തക്ക വിധത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിയണമേ. ആത്മാവേ, കവിഞ്ഞൊഴുകണമേ എന്ന് ആഗ്രഹിച്ചു ദൈവത്തിന്റെ വലിയ കൃപ ഒഴുകട്ടെ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണേ. ആത്മാവേ, നിറഞ്ഞു കവിയണമേ. ആത്മാവേ, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു. കണ്ണുനീരിൽ ദേവതയും ആരാധിക്കുന്നു. കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു. കണ്ണുനീരിൽ നോവതീനും ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു. കണ്ണുനീരു മാറ്റുന്നോനെ ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു. കർത്താവേ, കണ്ണുനീരു മാറ്റുന്നോനെ ആരാധിക്കുന്നു. എന്റെ ഈശോയെ, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, എല്ലാ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, രോഗികളെ, തകർച്ചകളെ എല്ലാം നിന്റെ സന്നിധിയിലേക്ക് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയും കരുതലും എല്ലാം ഞങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. ഈശോയെ, നിന്റെ വലിയ ഇടപെടലിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്ന കർത്താവേ. ഈശോയെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവേ, വലിയ വാതിലുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കും.
കർത്താവെ, നീ വലിയ വാതിലുകൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കണമേ. കർത്താവെ, ഞങ്ങൾക്കായി ഇന്നും ജീവിക്കുന്ന ഈശോയെ ഞങ്ങളുടെ മുൻപിൽ ഇടപെടണമേ എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനാ ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനാ ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ കാരുണ്യത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ കാരുണ്യത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, എല്ലാ കുടുംബങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നിന്റെ വലിയ കരുണയും കരുതലും ഒഴുകപ്പെടുവാൻ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ, തകർന്നു പോയ മനസ്സുകളെ, ഈശോയെ അടയപ്പെട്ട വാതിലുകളുടെ മുമ്പിൽ കരയുന്ന ജീവിതങ്ങളെ, കർത്താവെ നിന്നെ അനുഭവിക്കാൻ പറ്റാത്ത ആത്മീയ വരൾച്ചയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ, ഈശോയെ വിശ്വാസം കുറഞ്ഞു പോയ ജീവിതങ്ങൾ, കർത്താവെ എല്ലാ മക്കളെയും, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, കർത്താവെ സാമ്പത്തിക തകർച്ചകളെ, ലോൺ പാസ്സാകാത്തവർ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, ഈശോയെ വിശ്വാസമില്ലാത്ത മക്കള്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരെ എല്ലാം തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിന്റെ കുരിശിന്റെ കൃപ ഈ ആദ്യ വെള്ളിയാഴ്ച ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തിയോട് ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ നന്ദി പറയുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്വർഗത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആത്മാവിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയെ ശിശുവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഈ കൂട്ടായ്മയിലേക്ക് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ രോഗികൾ സുഖപ്പെടട്ടെ അപ്പാ. നിന്റെ വലതുകരം വെളിപ്പെടട്ടെ അപ്പാ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. നിന്റെ വലിയ കരുണയുള്ള കരം ഇന്ന് ഈ കൂട്ടായ്മയില് എല്ലാ മക്കളുടെയും ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങളെ സമർപ്പിക്കട്ടെ. ആശുപത്രികളിലായിരിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കട്ടെ. തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ അവിടുന്ന് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ മക്കളില്ലാത്ത ദമ്പതികളുടെ മേലെ ദൈവത്തിന്റെ വലതുകരം വെളിപ്പെടട്ടെ. ഈശോ ഇന്നും ജീവിക്കുന്ന വലിയ ഇടപെടലുള്ള മക്കൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ നമ്മുടെ ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിക്കുക. നമ്മൾ എന്തായിരിക്കുന്നു അത് മുഴുവൻ ദൈവത്തിന്റെ കരുണയുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, ഞങ്ങളുടെ വലിയ പ്രതീക്ഷയാണ് നീ, ഞങ്ങളുടെ വലിയ സ്വപ്നമാണ് നീ. ഞങ്ങൾക്ക് നീ അല്ലാതെ ആരുമില്ല ഈശോയെ, ഞങ്ങൾക്ക് അങ്ങല്ലാതെ ആരുമില്ല. കണ്ണുനീരോടെ ദൈവത്തിൽ മുഴു ഹൃദയത്തോടെ ആശ്രയിക്കട്ടെ. ഒരിക്കലും നമ്മൾ ലജ്ജിതരാവില്ല. വിശ്വാസത്തോടെ എല്ലാ മക്കളും ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധമായ അമ്മയുടെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ഒരു ആദ്യ വെള്ളിയാഴ്ച കൂടി കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. സങ്കീർത്തനം 31 അധ്യായം 19 വചനം. ഇന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനം അതാണ്. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു.
അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകും. ദൈവം തന്ന ഒരു വചനമാണ്. കർത്താവ് എത്രയോ അനുഗ്രഹങ്ങൾ, എത്രയോ ജീവിതങ്ങളെ ദൈവം ഇന്നും ഏറ്റെടുക്കുന്നു. അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ജീവിതങ്ങളോട് ദൈവം സംസാരിക്കുന്നു എന്നുള്ളതിന് എനിക്ക് പറയാൻ 1000 ടെസ്റ്റിമണികളുണ്ട്. അതൊരു അതിശയോക്തിയായിട്ട് ഞാൻ പറയുകയാണ്. ഈ നാളുകളിലൂടെ നടത്തപ്പെട്ട ശുശ്രൂഷയിലൂടെ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയണം. വചനത്തിന്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അടയപ്പെട്ട അനേകം വാതിലുകൾ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ്. ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അപ്പൊ നമ്മൾ ഈ വചനം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും, നിങ്ങളുടെ ചെറിയതും വലുതുമായ നിയോഗങ്ങൾ, അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, ആ നിയോഗങ്ങളെല്ലാം ഈ വചനത്തിന്റെ കൃപയാൽ സാധ്യതമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അത് ഒരുപാട് വിപുലമാണ്. നമ്മുടെ കൊച്ചു പരിമിതമായ കണ്ണുകൾക്കുള്ളിലോ നമ്മുടെ മനസ്സുകൾക്കുള്ളിലോ ബുദ്ധിക്കുള്ളിലോ അത് ഒതുക്കാനാവില്ല. എന്നിട്ട് വചനം പറയുക, ഈ വിപുലമായ അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ആർക്കാണ് ലഭിക്കുക? ദൈവഭക്തിയിൽ വ്യാപരിക്കുന്നവർക്കാണ്, ദൈവത്തിൽ ഭക്തി അർപ്പിക്കുന്നവർക്കാണ്, കർത്താവിനോടുള്ള ഭക്തിയുള്ളവർക്കാണ് അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. അടുത്ത വചനം ഇതാണ്: അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുത്തെ അനുഗ്രഹങ്ങൾ പരസ്യമായി നൽകപ്പെടുന്നു. ഈശോയുടെ വലിയൊരു വചനമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് പരസ്യമായിട്ട് പാത്രമാകാൻ ഈ ലോകത്തിന്റെ മുൻപിൽ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് പറയുകയാണ്, സിസ്റ്ററെ, ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവെ, നിന്റെ അനുഗ്രഹം ഇത് എനിക്ക് പരസ്യമായി ഒരു നിയോഗം വെച്ചിരിക്കുക, പരസ്യമായിട്ട് എനിക്ക് ലഭിക്കപ്പെടണം. ഇത് പരസ്യമായി എനിക്ക് ലഭിച്ചാൽ എനിക്ക് ലോകം മുഴുവൻ എനിക്കത് വിളിച്ചു പറയാൻ പറ്റണം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പരസ്യമായി ദൈവം എനിക്ക് ജനതകളുടെ മുമ്പിൽ നൽകുമ്പോൾ, നമുക്കറിയാം, ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെല്ലാം ദൈവം പരസ്യമായി തൻ്റെ കൃപകൾ മറ്റു ജനതകളുടെ മുൻപിൽ അവരുടെ ജീവിതത്തിലോട് ചൊരിയുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് വിജാത ജനതയ്ക്ക് ബോധ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനത്തിന്റെ മഹാത്മ്യം കൊണ്ടല്ല, മറിച്ച് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം തന്റെ അനുഗ്രഹങ്ങൾ പരസ്യമായി ചൊരിഞ്ഞു എന്നുള്ളതാണ്. കർത്താവ് ഇസ്രായേൽ മക്കൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ദൈവം തന്റെ അനുഗ്രഹങ്ങളെല്ലാം പരസ്യമായി ചൊരിയുകയാണ്. ഫറവോയ്ക്കും കൂട്ടർക്കും ഭയം ഉളവാകത്തക്ക വിധത്തിൽ, ഈജിപ്ത് ജനതയ്ക്ക് ഭയം ഉളവാകത്തക്ക വിധത്തിൽ ദൈവം തന്റെ അനുഗ്രഹങ്ങൾ പരസ്യമായി ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ ഈ ദൈവത്തിലാണ് അഭയം തേടിയിരിക്കുന്നത്. നമ്മൾ അഭയം തേടിയിരിക്കുന്ന ദൈവത്തിലാണ് എങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ ഞെരുക്കുന്ന വിധത്തിലുള്ള ഫറവോ തരത്തിലുള്ള ഈജിപ്ത് ജനതകളുടെ സാന്നിധ്യങ്ങൾ ഉണ്ട് എങ്കിലും ദൈവം നമ്മോട് പറയുക, നീ കർത്താവിലാണ് അഭയം തേടിയിരിക്കുന്നതെങ്കിൽ നിന്റെ അനുഗ്രഹങ്ങൾ, കർത്താവിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം പരസ്യമായി നൽകും എന്നാണ് കർത്താവിന്റെ വചനം നമ്മളോട് പറയുക. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ നിന്റെ അനുഗ്രഹങ്ങളെല്ലാം പരസ്യമായി നീ നൽകണം. ഞാൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ, നിന്റെ മണവാട്ടിയായി ഞാൻ ജീവിക്കുമ്പോൾ ഈശോയെ, ഞാൻ നിന്നെയാണ് അനുഗമിക്കുന്നത് എന്ന്, നീയാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാം എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ദൈവത്തിന്റെ കൃപകൾ അതെനിക്ക് പരസ്യമായി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം വിശുദ്ധരുടെ ഒക്കെ ജീവിതത്തിൽ തൻ്റെ അനുഗ്രഹങ്ങൾ പരസ്യമായി കൊടുക്കുന്നത് അവരെ വലിയവരാക്കാനല്ല, മറിച്ച് ദൈവം ഇന്നും പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് കാണിക്കാനാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മയിൽ, എൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തോട് എനിക്ക് പറയാനുള്ള വചനം സങ്കീർത്തനം 31:19. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അത് പരസ്യമായി നൽകുന്നു എന്നാണ് വചനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വചനഭാഗം ഇതാ. നമ്മളെല്ലാം ദൈവമേ, നീ ഇടപെടണമേ, നീ പ്രവർത്തിക്കണമേ എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവകരം വെളിപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം, ആ കർത്താവിന്റെ കരം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടൊരു വചനഭാഗത്തിലേക്ക് പ്രവേശിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വചനം പറയുക. ദൈവത്തിന്റെ കരത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന വചനം ഇതാ: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം,
ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അടുത്ത വചനം ഇതാണ്, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവത്തിന്റെ വലത് കരം നമ്മളെ താങ്ങി നിർത്തുന്ന വലത് കരത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട എന്ന് ദൈവം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് തന്റെ കരത്തിന്റെ ഇടപെടലിനെ കുറിച്ച് ദൈവം നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു വചനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വചനം. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അപ്പൊ വചനത്തിലൂടെ പ്രവാചകൻ നമ്മോട് പറഞ്ഞു വെക്കുകയാണ്, ദൈവത്തിന്റെ കരം കുറുകിപ്പോകാത്ത കരം, ദൈവത്തിന്റെ കരം എന്നെ താങ്ങി നിർത്തുന്ന കരമാണ്, കർത്താവിന്റെ കരം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ മനസ്സ് പതറിയിരിപ്പുണ്ടെങ്കിൽ, നിന്റെ മുമ്പിൽ വലിയ ഒരു പ്രതിസന്ധിയിലാണ് എങ്കിൽ, മുമ്പിൽ ഒന്നും കാണപ്പെടാത്തൊരവസ്ഥയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, നീ വിശ്വസിക്കുക, ദൈവത്തിന്റെ കരം എന്ന് പറയുന്നത് നിന്നെ വീണു പോകാതെ താങ്ങി നിർത്തുന്ന ഒരു കരമാണ്. നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കുറുകിപ്പോകാത്തൊരു കരമാണ്. എല്ലാ പ്രതിസന്ധികളും അടഞ്ഞിരിക്കുമ്പോഴും ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവൻ, കർത്താവ് ഒത്തിരി വലിയവനാണ്, ദൈവം ഒരുപാട് വലിയവനാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു സ്ഥലത്ത് സിസ്റ്റേഴ്സിനെ ധ്യാനം ചെയ്യും. ആ സിസ്റ്റർ എനിക്കൊന്ന് ഒരു ടെസ്റ്റിമണി ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. സിസ്റ്റേഴ്സിന് ധ്യാനം ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ ചെന്ന് ഒരു സിസ്റ്ററിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് ആദ്യം തന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, സിസ്റ്ററിന് നാത്തൂനുണ്ടോ എന്ന് ചോദിക്കണമെന്നാണ് ഈശോനോട് പറയുന്നത്. അപ്പൊ ഞാൻ സിസ്റ്ററിനോട് സിസ്റ്ററിന് നാത്തൂനുണ്ടോ? അപ്പൊ സിസ്റ്റർ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്റർ കുഞ്ഞുങ്ങളെ കാണുന്നു എന്ന് ഞാൻ ഈ സിസ്റ്ററിനോട് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ ഇത് രണ്ടും എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും പോസിബിൾ ആകത്തില്ല. എനിക്ക് ഒരാങ്ങളെയാണുള്ളത്, അവന് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലും അല്ല, അവൻ തീർത്ത് പൊക്കമൊക്കെ കുറഞ്ഞ് വേറൊരു എന്താ പറയാ നോർമൽ ആയ ഒരു അവസ്ഥയിൽ നിന്ന് അവൻ ഒത്തിരി താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊരു ഫാമിലി ലൈഫ് ഒരിക്കലും പോസിബിൾ ആകില്ല. അതുകൊണ്ട് എനിക്കൊരു നാത്തൂൻ ഉണ്ടാവില്ല, എനിക്കൊരു കുഞ്ഞുവാവ ഉണ്ടാവില്ല, എനിക്കൊരു എൻ്റെ ആങ്ങളയ്ക്ക് ഒരു കുഞ്ഞുവാവ ഉണ്ടാകില്ല സിസ്റ്റർ പറഞ്ഞു. അപ്പൊ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈശോ കാണിക്കുന്നത് ഒരു കുഞ്ഞുവാവേനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഈശോ പറഞ്ഞിരിക്കുകയാണ് ഇത് നടക്കും. അപ്പൊ സിസ്റ്റർ ഒരു നല്ല വിശുദ്ധിയായ ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ ആ പ്രാർത്ഥന നിയോഗം അങ്ങ് ഏറ്റെടുത്തു. സിസ്റ്റർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സിസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങി. സിസ്റ്റർ പ്രാർത്ഥനയിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നു. ഞാൻ സിസ്റ്ററിനെ കാണുന്നത് കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിലാണ്. കഴിഞ്ഞ വർഷം ജനുവരി 10 ഇൻ ബിറ്റ്വീൻ ഒരു 10 ദിവസം ഞാൻ ആ ഒരു രാജ്യത്ത് പോയി ധ്യാനം ചെയ്യുന്ന സമയത്താണ്. സിസ്റ്റർ പറയുകയാണ്, മെയ് മാസത്തില് ദൈവമായിട്ട് എൻ്റെ ആങ്ങളെ ഇഷ്ടപ്പെട്ട് ആങ്ങളെ മാത്രം കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞു. അവൻ എല്ലാ കുറവുകളുണ്ട്, ഒട്ടും പൊക്കമില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആങ്ങളെ മാത്രം കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വാശി പിടിക്കുകയാണ്. ആങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒത്തിരി പ്രതിസന്ധികൾ വരുന്നു. പക്ഷെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം, എനിക്കൊന്ന് കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ 3 ദിവസം മുമ്പാണോ ഇന്നലെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, കർത്താവ് അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞുവാവ ഉണ്ടായി. ആ കുഞ്ഞുവാവയുടെ ഫോട്ടോ സഹിതമാണ് അവരെനിക്കിപ്പോൾ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ദൈവത്തിന് അസാധ്യമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവത്തിന്റെ കരം. ഇപ്പൊ ചിലരൊക്കെ പറയും ഇതൊക്കെ ചുമ്മാതല്ല. ദൈവം നമ്മളോടൊരു കാര്യം, മകനെ മകളെ ഞാൻ നിന്റെ കൂടെയുണ്ട്, ഈ ലോകത്തെ നീ ഭയപ്പെടണ്ട, ദൈവത്തിന്റെ ശക്തി ലോകത്തിനേക്കാൾ അപ്പുറത്താണ്, രക്ഷിക്കാൻ കഴിയാത്തവരും ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല. അപ്പോൾ ഈ എൻ്റെ സ്ട്രഗിളില്, എൻ്റെ വേദനയില്, എൻ്റെ വലിയ പ്രതിസന്ധിയില്, എൻ്റെ നിരാശയില് ഞാൻ എല്ലാ സമയത്തും എന്നെ ഞാൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നാം, ഞാൻ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് എനിക്ക് തോന്നാം. പക്ഷേ കർത്താവിന്റെ വചനം പറയുകയാണ്, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അപ്പോൾ ഈ ദൈവത്തിന്റെ കരം എന്നെ താങ്ങി നിർത്തുന്ന ഒരു കരമാണ് നമ്മൾ മനസ്സിലാക്കിയാണ്. കുറുകിപ്പോകാത്ത ഒരു കരമാണ് നമ്മൾ വചനത്തിലൂടെ മനസ്സിലായി. എന്നാൽ ഈ ദൈവകരത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ ഈ സമയത്ത് ഇനി ഒരു 30 മിനിറ്റോളം സമയമുണ്ട്. ഒരു നിമിഷം എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച്, ഏത് മേഖലയിലാണ് ദൈവത്തിന്റെ കരം ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രകടമാകട്ടെ. നിന്റെ ജീവിതത്തിൽ നീ എഴുതി വെച്ച് നീ പ്രാർത്ഥിച്ചു. നമ്മൾ വചനം മാത്രമേ ഇവിടെ പറയുന്നു. ഈ വചനത്തിന്റെ ശക്തിയാൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടത് നീ വിശ്വസിക്കണം. നീ വിശ്വസിച്ച് അടയാളം കർത്താവിനോട് ചോദിച്ച് നീ പ്രാർത്ഥിക്കണം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ദൈവകരം നീ വെളിപ്പെടുന്നത്. അത് എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഈ ലോകം മുഴുവൻ അറിയണം.
കർത്താവ് എന്നെ നയിക്കുകയാണെന്ന് ലോകം മൊത്തം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് പരസ്യമായിട്ട് കിട്ടാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. തടവറയിൽ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ ഈശോയെ ഇന്ന് ഈ കൂട്ടായ്മയില് കർത്താവെ നിന്റെ വലതു കരത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ നിന്റെ വിജയകരമായ വലത് കൈ കൊണ്ട് താങ്ങി നിർത്തുമെന്ന് നീ പറഞ്ഞിട്ടുള്ള വചനത്തിന്റെ വലിയ മാംസം ധരിക്കൽ ഇന്ന് ഈ കൂട്ടായ്മകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. ഈശോ പറയുക കർത്താവിന്റെ കരം അത് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരുടെ വെളിപ്പെടുമെന്ന് ഈശോ പറയുകയാണ്. അനേക മക്കള് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുണ്ട്. അവരുടെ മേലെ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നതായി ഈശോ കാണിച്ചു തരുന്നു. ഈശോയെ സ്തുതിക്കുന്ന കർത്താവ്, നന്ദി പറയുന്ന കർത്താവെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന കർത്താവെ നന്ദി പറയും. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ മഹത്വം, 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 മഹത്വം. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ മുഴുവൻ നിങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് പരസ്യമായിട്ട് നൽകണം. നിന്റെ കരം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം. ജോലിയില്ലാത്ത മക്കൾ പ്രാർത്ഥിക്കട്ടെ. വഴി എനിക്കത് ഭയങ്കരമായ അനുഭവങ്ങൾ അങ്ങയുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ള എത്രയോ ടെസ്റ്റിമണികളാണ്. എത്രയോ ജീവിതങ്ങളിൽ ദൈവം ഇടപെടുകയാണ്. ദൈവം എത്രയോ പേരുടെ മേലാണ് കർത്താവിന്റെ കരം കർത്താവ് കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഇന്ന് കർത്താവിന്റെ ദൈവകരം വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവകരത്തിന്റെ വലിയ പ്രത്യേകതയാണ് എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വലിയൊരു വചനം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആഴമായിട്ട് പതിയപ്പെടട്ടെ. വലിയ ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ വലിയ സംരക്ഷണം നൽകുന്ന കരമാണ്. വലിയ സംരക്ഷണമാണ് ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിലോട്ട് നൽകുന്നത്. അതിന്റെ വചനമാണ് നമ്മൾ എടുക്കുക. സങ്കീർത്തന പുസ്തകം 91-ാം അധ്യായം. സങ്കീർത്തനം 91-14. നമ്മളെപ്പോഴും ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ വചനമൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് തരുന്ന വചനങ്ങൾ നിങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. കാരണം കർത്താവ് എനിക്ക് തന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുക. ഇവിടെ വചനം ഇതാണ്: അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. വീണ്ടും 91-4 വചനം പറയുകയാണ്: തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ദൈവത്തിന്റെ വലിയ തൂവലുകൾക്കുള്ളിൽ നമ്മളെ മറയ്ക്കണം. വലിയ പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുകയാണ്. വലിയ കരുതൽ നമുക്ക് നൽകുകയാണ്. നമ്മൾ ആ വചനഭാഗം കാണുന്നത് പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലാണ്. ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം നമ്മൾ കാണുകയാണ്. ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഈജിപ്ത് ദേശത്ത് നിന്ന് പുറപ്പെടുന്ന വലിയൊരു ഇസ്രായേൽ ജനതയെ നമ്മൾ കാണുകയാണ്. ആ ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് വന്ന് നിൽക്കുന്നത് ചെങ്കടലിന്റെ മുൻപിലാണ്. പുറകിൽ ആർത്തിരമ്പി വരുന്ന ഫറവോയുടെ സൈന്യത്തെ പുറകിൽ കാണുകയാണ്. മുൻപിൽ അലറിയടിച്ച് പോകുന്ന ചെങ്കടലിന്റെ മുൻപിലാണ് ഈ ജനം നിൽക്കുന്നത്. ഈ ജനത്തിന്റെ മുൻപിൽ ദൈവമല്ലാതൊരു വഴിയില്ല. എന്നാൽ കർത്താവിന്റെ വചനം പുറപ്പാട് പുസ്തകത്തില് 14-ാം അധ്യായം 13-14 വചനങ്ങൾ നമ്മൾ ഒത്തിരി തവണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വചനമാണ്. ആ വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. വചനം ഇതാണ്: മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. വലിയൊരു സംരക്ഷണത്തിന്റെ കവചമൊരുക്കുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ അന്നോളം അഭിമുഖീകരിക്കാത്ത വലിയൊരു പ്രതിസന്ധിയുടെ മുൻപിലാണ് ഈ ജനം നിൽക്കുന്നത്.
അവർക്ക് അറിയില്ല ഈ ഒരു സ്ട്രഗിള്, ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ട്രഗിളാണ് അവരുടെ മുൻപിൽ നിൽക്കുന്നത്. ഒത്തിരി പ്രതീക്ഷയോടെ അവർ മുന്നോട്ട് കടന്നു വന്നാൽ അവരുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ പ്രതിസന്ധി അടുത്ത് കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഈ സമയത്ത് ദൈവം കരം പിടിക്കും നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ ഇന്ന് ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ നമ്മൾക്കൊക്കെ അറിയാം, ഒരു കൊച്ചു കുഞ്ഞ് ഭയങ്കരമായിട്ടും ബസ് കാറുകളെല്ലാം കടന്നു പോകുന്ന ഒരു റോഡ്, ആ റോഡിന്റെ മുൻപിൽ ഈ കൊച്ചു കുഞ്ഞ് നിൽക്കുകയാണ്. ഈ കുഞ്ഞിന് ഈ റോഡ് ക്രോസ് ചെയ്യാൻ ഇതിന് പറ്റില്ല. തനിയെ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകാൻ ഈ കുഞ്ഞിന് സാധ്യമല്ല. ഈ കുഞ്ഞിന് ഇത് സാധ്യമല്ലാതാകുമ്പോൾ അതിന്റെ അപ്പൻ അതിന്റെ കരം പിടിച്ച് ഈ റോഡ് ക്രോസ് ചെയ്ത് വിടുന്ന ഒരു തല നമ്മൾ ഇമാജിൻ ചെയ്യും. ഇതേ ഒരു അവസ്ഥയാണ് ദൈവം തൻ്റെ കരം നമ്മുടെ മേൽ നീട്ടുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഇത് കടന്നു പോകാൻ പറ്റാതെ ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുമ്പോൾ എൻ്റെ കരം പിടിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അനുഭവിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ കരം. എന്നെ സംരക്ഷിക്കുകയാണ്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, എന്നെ കടത്തിവിടുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ എന്നെ കടത്തിവിടുന്ന ഒരു ദൈവത്തെ നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ മുൻപിൽ കടന്നു പോകാൻ പറ്റാതെ നിൽക്കുന്ന ജീവിതങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ ഒത്തിരി പേരെ കേൾക്കുന്നത് കൊണ്ട്, ഒരുപാട് ആളുകളുടെ കണ്ണുനീരുകളെ കുറിച്ച് എനിക്ക് ലിസൺ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കുകയാണ്, അതെപ്പോഴും കുടുംബജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും കടന്നു പോകാൻ പറ്റാതെ, സത്യത്തില് 1 വർഷവും 2 വർഷവും ഒക്കെ ആയ ആളുകള് കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികള് കടന്നു പോകാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. എല്ലാവരും അവനോന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവിക പദ്ധതി ആ കുടുംബത്തിൽ നടക്കുന്നില്ല. ഈശോയുടെ കരം പിടിക്കാൻ പറ്റാത്ത ദമ്പതികളുടെ കുടുംബത്തിൽ കർത്താവിന്റെ കരം കാണാൻ പറ്റാത്തപ്പോ ചെതറിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോ ആക്കിയിരിക്കുന്ന ഈ കുടുംബത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇത് കടന്നു പോകാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, നീ എൻ്റെ കരം പിടിക്കണം, എൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണം, ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ മുൻപിൽ തിരുവചനങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തിരുവചനത്തിലൂടെ ഇടപെട്ട ദൈവത്തെയാണ് നമുക്ക് തിരുസഭ പറഞ്ഞു തരും. നമ്മളിത് കാണുന്നതും കേൾക്കുന്നതും എല്ലാം തിരുവചനത്തിലൂടെ ഇടപെട്ട ദൈവത്തെയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ, ഈ സംരക്ഷണത്തിന്റെ കരം വെളിപ്പെടുവാൻ, കടന്നുപോകലിന്റെ കരം വെളിപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയെ, എൻ്റെ ജീവിതത്തെ പല പ്രതിസന്ധികളിൽ നിന്നും കടത്തിവിടാൻ പറ്റുന്ന നിന്റെ കരം എൻ്റെ ജീവിതത്തിൽ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ ദൈവകരം വെളിപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് ഒരിക്കൽ കൂടി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ നടുവിൽ, ചിലപ്പോൾ വലിയ കടക്കണിയിലായിരിക്കും. എത്രയോ മക്കളാണ് ഈ നാളുകളിൽ പല വിധത്തില് ഷെയർ മാർക്കറ്റുകളിലൊക്കെ പെട്ട് കോടികള് ബിസിനസിന്റെ തകർച്ചയില് കടക്കണിയിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. 30-40 കോടി കടത്തിന്റെ മേൽ നിൽക്കുന്ന മക്കളുണ്ട്. നമുക്ക് അവരെല്ലാം ഒന്ന് സമർപ്പിക്കാം. ബിസിനസ്സിൽ അകപ്പെട്ടിട്ട് തകർന്നു പോയ ജീവിതങ്ങൾ, കർത്താവെ, വലിയ കള്ളുകുടിയുടെ മധ്യത്തിൽ നിന്നുകൊട്ട കുടുംബം തകർന്നു പോയ ജീവിതങ്ങൾ, ഈശോയെ, കടന്നു പോകാൻ പറ്റാതെ ഉയറുന്ന ജീവിതങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുക. ചെങ്കടൽ ഇസ്രായേൽ മക്കളെ കടത്തിവിട്ട എൻ്റെ പൊന്നു തമ്പുരാനെ, വിശ്വസിക്കുക ഈ വചനത്തിന്റെ വലിയ വെളിപ്പെടുത്തലിൽ ഈ മക്കളുടെ എല്ലാം ജീവിതങ്ങളിൽ ഈശോ ഇടപെടട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവകരം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ കരം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. പ്രതിസന്ധികൾ ഈശോയുടെ കരം വെളിപ്പെടട്ടെ. ഈശോയുടെ കരം ഈ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ചോദിക്കും മുമ്പ് തന്നെ ഞങ്ങളെ കുറിച്ച് അറിയുന്ന കർത്താവേ, കണ്ണുനീരുകളെ മുഴുവൻ നിനക്ക് തരികയാണ്, സങ്കടങ്ങളെ മുഴുവൻ നിനക്ക് തരികയാണ്. നീയാണെല്ലാം അറിയുന്നവൻ, നീയാണെല്ലാം കാണുന്നവൻ, നീയാണെല്ലാം ചെയ്യുന്നവൻ. വിശ്വസിക്കുന്നപ്പാ കർത്താവെ, ഇടപെടണമേ അപ്പാ. ഈ എളിയവർ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ കരം വെളിപ്പെടട്ടെ. ചെങ്കടലിന്റെ മധ്യത്തിൽ അടയാളങ്ങൾ ചെയ്ത കർത്താവെ, ഈ തകർന്നു പോകുന്ന കുടുംബങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. ഈശോയെ ഈശോയെ രാജാതിരാജാവിന്നാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ,
ഈശോയെ പാടുന്നു ഞാൻ ആരാധന. കർത്താവെ, എല്ലാ കുടുംബങ്ങളിലും ഈശോയുടെ കരം വെളിപ്പെടട്ടെ. ഈശോയെ കണ്ണുനീരുകളിൽ ദൈവകരം വെളിപ്പെടട്ടെ. ഈശോയെ ഈശോ കർത്താവെ, അവിടുന്ന് ഇടപെടണ ഈശോയെ. ഈ ജീവിതങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണേ കർത്താവെ. കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, നീ ഇടപെടണ ഈശോയെ. ഈശോയെ നന്ദി. ഈശോയെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ വലിയ കരത്തെക്കുറിച്ച് നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമ്മളെ താങ്ങി നിർത്തുന്ന കരമാണ്. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വീണുപോകുന്ന മനസ്സുകളോട് കർത്താവ് സംസാരിക്കുക. രണ്ടാമതായിട്ട് കർത്താവിന്റെ കരം വലിയ സംരക്ഷണം നൽകുന്ന കരമാണ്. എന്നെ കടന്നുപോകലിന് വേണ്ടി സഹായിക്കുന്ന കരമാണ്. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ എന്നെ കൈപിടിക്കുന്ന, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ കടത്തിവിടുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടണം പ്രിയപ്പെട്ടവരെ. ദൈവകരത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അങ്ങനെയുള്ള ദൈവകരത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. മൂന്നാമതായി ദൈവകരത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ കരം എനിക്ക് ശക്തി പകരുന്ന കരമാണ്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വചനം. യെശയ്യാ 40:29 വചനം പറഞ്ഞു വെക്കുകയാണ്. വചനം ഇതാണ്: നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. 29-ാമത്തെ വചനം: തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലൻ അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലൊട്ട് തളരുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരം എനിക്കും നിങ്ങൾക്കും വലിയ ശക്തി പകരുന്ന കരമാണ്. വലിയ ശക്തി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ കരം നമ്മൾക്ക് ശക്തി പകരും. നമ്മൾ കാണുന്ന ഒരു വചനഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വചനഭാഗമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 14-28 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: പത്രോസ് ശ്ലീഹ ഈശോ വെള്ളത്തിന് മീതെ നടന്നു വരുന്നത് കാണുമ്പോൾ പത്രോസ് ശ്ലീഹായ്ക്ക് വലിയ ഒരാഗ്രഹമാണ്. വെള്ളത്തിന്റെ മീതെ നടന്നു വരാനുള്ള വലിയ ഒരാഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ട് ചില ആഗ്രഹങ്ങൾ. ഈശോയെ, എനിക്ക് അത് വേണം കർത്താവെ, എനിക്ക് അതുപോലെ ആകണം. ഇവൻ ഒരു കൊച്ചു കുഞ്ഞു തൊട്ട്, ഒരു പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്ന കൊച്ചു കുഞ്ഞു തൊട്ട് നമുക്കെല്ലാം ആഗ്രഹങ്ങൾ എപ്പോഴും ഒത്തിരി ഉള്ളവരാണ്. അപ്പോൾ പത്രോസ് ശ്ലീഹായുടെ വലിയൊരു ആഗ്രഹം ഈശോ വെള്ളത്തിന്റെ മീതെ നടക്കുമ്പോൾ നടന്നു വരണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ കാണുന്നത്. 14-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. പത്രോസ് അവനോട് പറഞ്ഞു: കർത്താവെ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന്റെ മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. കർത്താവെ, നീയാണ് വരുന്നതെങ്കിൽ എൻ്റെ ആഗ്രഹം ഇതാണ്: എനിക്കും ഈ വെള്ളത്തിന്റെ മീതെ കൂടി നടന്ന് നിന്റെ അടുത്തോട്ട് വരണം. ഇവൻ ഇത് ആഗ്രഹിച്ച നിമിഷം, ഇത് പറഞ്ഞ ആ നിമിഷം, അപ്പോൾ തന്നെ കർത്താവ് ആ നിമിഷം തന്നെ ഈശോ പറയുകയാണ്: വരൂ. അവൻ പറഞ്ഞു. ഈശോ ആ നിമിഷം തന്നെ അവനോട് വിളിച്ചിട്ട് പറഞ്ഞു: നീ വാ. നീ വന്നോ. ഈശോ ആഗ്രഹിക്കുകയാണ്, അവനോട് വരാൻ പറയുന്ന ഒരു കർത്താവിനെ കാണുകയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുകയാണ്: നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അവനോട് ഉണർത്തിച്ച് കഴിയുമ്പോൾ നോ എന്ന് പറയുന്ന ഒരു ഈശോയെ അല്ല നമ്മൾ കാണും. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് അവനോട് ഉണർത്തിക്കുമ്പോൾ നോ എന്നല്ല, യെസ് യു കം എന്ന് പറയുന്ന ഒരു ഈശോയെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, ഒരു ഈശോയെ നമ്മൾ കാണുകയാണ്. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് യെസ് എന്ന് പറയുന്ന നിന്നെ കണ്ടുമുട്ടാനിരിക്കും. അത് ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ നിങ്ങളുമൊക്കെ അത് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് പറയും യെസ് മാ. അങ്ങനെ ഈശോ പറഞ്ഞിട്ട് പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി
വെള്ളത്തിന്റെ മുകളിലൂടെ യേശുവിന്റെ അടുത്ത് നടന്നു ചെന്നു. അപ്പോൾ ഈശോ പറഞ്ഞിട്ട് നമ്മൾ നടക്കുവാണ്. ഈശോയുടെ അടുത്ത് എത്തി നിൽക്കുകയാണ്. ഈശോയുടെ അടുത്ത് ചെന്ന് നിൽക്കുന്ന സമയത്താണ് അവൻ കാറ്റഞ്ഞടിക്കുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് ചെന്ന് നമ്മൾ അത് സാധിക്കുകയാണ്. സാധിച്ച നിമിഷം ചുറ്റുപാടുകളിൽ കടന്നു വരുന്ന വലിയ പ്രതിസന്ധി കണ്ട് അവൻ അലറിക്കരഞ്ഞ് വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങുമ്പോൾ അവൻ ഈശോയോട് പറയുകയാണ്. എന്നാൽ കാറ്റ് അഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ നിലവിളിച്ച് പറഞ്ഞ്, കർത്താവേ രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാണ്. ഈശോ വരാൻ പറഞ്ഞിട്ട് നടന്ന് ഈശോയോട് അടുത്ത് ചെന്നപ്പോഴാണ് അവന് വലിയ പ്രതിസന്ധി വരുന്നത്. ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈശോയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധി കടന്നു വരുമ്പോൾ അവൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്നെ പിടിച്ചോണേ. തൊട്ടടുത്ത് നിൽക്കുന്ന ഈശോ കൈനീട്ടി അവനെ പിടിച്ചുവെന്നാണ് വചനത്തിൽ ഇവിടെ കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ വഴിയിലൂടെ നടക്കുമ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. പലതും നമ്മുടെ ജീവിതത്തിൽ വരും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അനേകം പ്രതിസന്ധികൾ, നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈശോ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ്. കൈനീട്ടി എന്നെ പിടിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ സമീപത്ത് ഈശോ ഉണ്ട്. ഈശോയുടെ ഹാൻഡ് അതാണ് സ്ട്രോങ് ഹാൻഡാണ് എന്നെ പിടിച്ചു നിർത്തുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണു പോകാതെ, എൻ്റെ കഴിവുകൾക്കപ്പുറത്ത്, എൻ്റെ ശക്തിക്കപ്പുറത്ത് ഞാൻ വീണു പോകാതെ എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ഈശോ ഉണ്ട്. അതായത് കാറ്റ് ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, പത്രോസ് ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കാറ്റ് എന്തിനാഞ്ഞടിച്ചു? അവൻ വെള്ളത്തിലൂടെ താഴേണ്ട കാലം, കാരണം ഈശോയുടെ മുമ്പിലാണ്. പക്ഷേ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈശോയുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ചുറ്റും ആഞ്ഞടിക്കുന്ന ഒരുപാട് കാറ്റുകൾ ഉണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഇളകി മറിയുന്ന തിരമാലകൾ ഉണ്ടാകും. പക്ഷേ ഞാൻ തിരിച്ചറിയണം, എന്നെ കൈപിടിക്കാൻ ശക്തനായവന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. അവന്റെ കരം എന്നെ മുങ്ങിത്താഴാൻ അനുവദിക്കില്ല. ദൈവത്തിന്റെ കരം ഒരിക്കലും നമ്മളെ മുങ്ങിത്താഴാൻ അനുവദിക്കില്ല എന്നുള്ള വലിയ സത്യം നമ്മൾ തിരിച്ചറിയും. അതാണ് ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം. ഈശോയെ, ആ വലതു കരം നീ എൻ്റെ ജീവിതത്തിലോട്ട് നീ തരണമേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക. നമുക്ക് ആ ദൈവത്തിന്റെ ശക്തിയുള്ള കാര്യം, പ്രിയപ്പെട്ടവർ, ഇത് നമുക്ക് വേണം. ഈ ഒരു ചിന്ത, എൻ്റെ ദൈവം എപ്പോഴും എന്നെ സംരക്ഷിക്കും, ദൈവം എനിക്ക് എപ്പോഴും ശക്തി പകരും, എൻ്റെ ജീവിതത്തിന്റെ ഈ ഒരു പ്രതിസന്ധിയിൽ ഞാൻ മുങ്ങിപ്പോകില്ല, അവന്റെ കരം എന്നെ പിടിച്ചെടുക്കും എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുക. ഇനി അടുത്തൊരു കാര്യം, പെട്ടെന്ന് തന്നെ നമ്മുടെ ശുശ്രൂഷയുടെ ആരാധനയ്ക്ക് പ്രവേശിക്കാനുള്ള സമയമായി തുടങ്ങി. നമ്മൾ അടുത്തൊരു കാര്യം കാണുകയാണ്. ദൈവത്തിന്റെ കരമെന്ന് പറയുന്നത് നമുക്കൊരു ഗൈഡൻസ് നൽകുന്ന ഒരു കരമാണ്. ദൈവത്തിന്റെ കരം വലിയൊരു ഗൈഡൻസ് നൽകുന്ന കരമാണ്. അതാണ് സങ്കീർത്തനം 32-ാം അധ്യായം 8-ാമത്തെ വചനം. സങ്കീർത്തനം 32:8 വചനം പറഞ്ഞു വെക്കുകയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കാം. വചനം ഇതാ, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. കർത്താവിന്റെ വചനമാണ്. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അതായത് കർത്താവ് നമ്മളെ നയിക്കുകയാണ്, ഗൈഡ് ചെയ്യുകയാണ്. നമുക്ക് ദൈവത്തിന്റെ കരമെന്ന് പറയുന്നത്, ദൈവകരം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു ഈശോയുടെ കരമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റേണ്ടത്. കർത്താവെ, ഞാൻ എങ്ങോട്ടാണ് തിരികേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ ദൈവം എന്നോട് എൻ്റെ ഉള്ളില് എന്നോട് ഈശോ സംസാരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്കുണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയില്ലാത്തൊരവസ്ഥ. എന്നാൽ വീണ്ടും നമ്മൾ കാണുകയാണ്, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഈ ദൈവം ഗൈഡ് ചെയ്ത് നടത്തുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതും പുറപ്പാട് പുസ്തകത്തില് 13-ാം അധ്യായം 21-ാമത്തെ വചനത്തിലാണ്. പുറപ്പാട് 13:21 ദൈവം ഇസ്രായേൽ മക്കളെ ഗൈഡ് ചെയ്യുന്നത് നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാകും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭവും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. കർത്താവ് അവരുടെ മുൻപേ നടന്ന് അവരെ ദൈവം നയിക്കുകയാണ്. നമ്മുടെ കൂടെ ഇപ്പൊ ഈ വചനങ്ങളിലൂടെ എല്ലാം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന ദൈവം, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവം, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ദൈവം, നമ്മളിങ്ങനെ എപ്പോഴും ദൈവം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കരം വെളിപ്പെടണേ, കർത്താവ് നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു മേഖലകളെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റണം.
ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു തലം. ആ ഇസ്രായേൽ മക്കളെ ദൈവം അപ്പൊ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നയിച്ചു എന്ന് പറയുമ്പോൾ, ഇന്ന് ഞാൻ ദൈവത്തിന്റെ കരം ഈ ഗൈഡൻസായി എനിക്ക് അനുഭവപ്പെടുന്നത് അവന്റെ വചനത്തിലൂടെയാണ്, അവന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്, അവന്റെ പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് ലഭിക്കുന്ന ആത്മീയ പ്രചോദനങ്ങളിലൂടെയാണ്, ചില ഉൾബോധ്യങ്ങളിലൂടെ എന്നെ നയിക്കാൻ ദൈവകരം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ ഏതു മേഖലയിലും ദൈവത്തിന്റെ കരം എന്നെ നയിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ഒക്കെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് യഥാർത്ഥ ഗൈഡൻസ് ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥ ഗൈഡൻസ് ഇല്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ പിള്ളേരൊക്കെ +2 ഒക്കെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ അവരുടെ ചിന്ത എന്താണ്, എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാം. അപ്പൊ അവരോട് ആരെങ്കിലും കൂട്ടുകാർ പറയും, എടാ ഇത് ചെയ്യാം, എടാ ഇത് ചെയ്യാം, അങ്ങനെ എങ്ങനെ കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള വിധത്തില് പഠിത്തം അവരങ്ങ് അവസാനിപ്പിച്ച് അടുത്ത കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകളിലേക്ക്, ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു യഥാർത്ഥ ഗൈഡൻസ് ഇല്ലാത്ത, ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്ത തലമുറയെ നമ്മളിന്ന് കാണുകയാണ്. നമ്മളിന്ന് കാണുന്നുണ്ട്. അങ്ങനെയുള്ള തലമുറയെ നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഇത് അനുഭവപ്പെടുന്നുണ്ടാവും. നമ്മളൊരു കാര്യം പറയുമ്പോൾ, മക്കളോടത് പറയുമ്പോൾ അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് ഇത് വേണ്ട, ഇതല്ല നല്ലത് എന്ന് പറയുമ്പോൾ ആ യഥാർത്ഥ പരിശുദ്ധമായ ഗൈഡൻസ് കിട്ടാതെ അവരുടെ ആലോചനകളുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു തലം നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഇന്ന് നമുക്കൊക്കെ അത് കിട്ടാതെ പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യുക, ഈ ഗൈഡൻസ് ഇല്ലാത്തതാണ് നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നം, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ പ്രശ്നം. ദൈവഹിതം അന്വേഷിക്കണം. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ വഴിയെ നടക്കാതെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, തിരിച്ചു കയറാൻ പറ്റാത്ത കുഴിയിലേക്ക് വീണു പോകുന്നത് ഞാൻ ഒത്തിരി ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. അത് ദാമ്പത്യ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ആത്മീയ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ദൈവത്തോട് ആലോചന ചോദിക്കണം. കർത്താവെ, നീ എന്നെ ഗൈഡ് ചെയ്യണമേ. ഏത് കാര്യത്തിലും, ഏത് ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈശോ തരാത്ത ഒരാലോചനയുടെ വഴിയെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ആരും യാത്ര ചെയ്യരുത്. ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടു. അവൾ കല്യാണം കഴിഞ്ഞു, അവൾക്ക് ഡിവോഴ്സായി. അതിനുശേഷം അവൾ വീണ്ടും വേറൊരാളെ കണ്ടുമുട്ടുകയാണ്. ആ ഡിവോഴ്സ് ആകാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അവളുടെ പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല. എനിവേ, ആദ്യ കല്യാണം ഡിവോഴ്സായി. രണ്ടാമത് അവൾ വേറൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൾ വേറൊരാളെ കണ്ടുമുട്ടുന്നു. അപ്പോൾ അവളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ അവൾ സംസാരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 2 വർഷക്കാലം സംസാരിച്ചു. ഇനി ഇവനോട് ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ഇരിക്കുന്ന സമയത്താണ് അവൾ തിരിച്ചറിയുന്നത് അവൻ വേറൊരാളുമായിട്ട് തെറ്റായ വലിയ ബന്ധത്തിലാണ്, അല്ലെ ഇവളോട് ഹൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഈ ഒരു വേദനയിൽ നിന്ന്, ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ അവൾ സ്ട്രഗിൾ ചെയ്യും. അവള് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൾ കരയുകയാണ്. എനിക്ക് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഇവള് ഭയങ്കര പ്രാർത്ഥനയ്ക്കുള്ള ഒരു കൊച്ചാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് യുവജനങ്ങളോടും ഒക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര ഫ്രണ്ട്ഷിപ്പാണ് എങ്കിലും, ഏതൊരു ടോക്കുകളിലും, ഏതൊരു ഫോൺ കോളുകളും 10 മിനിറ്റിലധികം ഏത് ഫ്രണ്ട്ഷിപ്പുകളും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ വിലയിരുത്തണം. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, എൻ്റെ ഈ ടോക്കിംഗ്, എൻ്റെ ഈ സംസാരം, എൻ്റെ ഈ ഫോൺ കോള്, അല്ലെങ്കിൽ എൻ്റെ ഈ മീറ്റിങ്ങുകൾ, അതായത് ഞാൻ ഒരാളുമായിട്ട് സംസാരിക്കുന്നതും കണ്ടുമുട്ടുന്നതും ആയിരിക്കുന്നതും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഗൈഡൻസ്, ഈശോയുടെ ഒരു ഗൈഡൻസ് ചോദിക്കണം. ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതും അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മളുടെ മക്കൾക്ക് പലപ്പോഴും ഇത് സാധിക്കുന്നില്ല. അവരെ യഥാർത്ഥ ഗൈഡൻസിലേക്ക് അവർ വരുന്നില്ല. അത് കാണാൻ പറ്റുകയാണ്. അത് നമ്മൾ അടുത്ത തലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവികമായ ഒരു ആലോചനയില്ലാതെ പോകുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ പറ്റുകയാണ്. ഒരാൾ പറഞ്ഞു അതിന്റെ പുറകെ പോകുന്ന ഒരവസ്ഥ. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ ആലോചന ഉണ്ടാവട്ടെ, ഞങ്ങളുടെ മക്കള് ദൈവത്തോട് ആലോചന ചോദിക്കാൻ ഇടയാകട്ടെ. നമ്മൾ ഏത് കാര്യവും ദൈവത്തോടൊരു ആലോചന, കർത്താവേ, ഇത് നീ ആഗ്രഹിക്കുന്ന കാര്യമാണോ? ഈശോ, ഇത് നിന്റെ ഇഷ്ടമാണോ? ദൈവത്തോട് ചോദിക്കണം. കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ തലത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ ദൈവജനത്തിന്റെ കൂടെ ദൈവം അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ആയിരുന്നെങ്കിൽ ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈശോ നമ്മുടെ ഉള്ളില് നമ്മുടെ കൂടെ നടക്കുമ്പോൾ ആ കർത്താവിന്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ചിട്ട്, കർത്താവെ, യഥാർത്ഥ ആലോചന നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോ, എനിക്ക് ആലോചന തരണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. നമ്മൾ വെറും വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞു പോകും. നമ്മൾ കർത്താവിനോട് ചോദിക്കുക, ഈശോയെ, എനിക്ക് നിന്റെ ആലോചന തരണേ എന്ന് പ്രാർത്ഥിക്കണം.
ആ ഒരു തലത്തിലേക്ക് നമ്മുടെ കുടുംബം, ഞാൻ അതുകൊണ്ടാണ് യുവജനങ്ങൾക്ക് വേണ്ടിയും ടീനേജ് മക്കൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ളവരോടും പറയാറുണ്ട്, അവർക്ക് ദൈവത്തിന്റെ ആലോചന കിട്ടാൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളും അത് പ്രാർത്ഥിക്കണം. നമുക്ക് അവരുടെ കൂട്ടുകെട്ടുകൾക്കിടയിലേക്ക് പോകാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ അവർക്ക് ദൈവത്തിന്റെ ഒരു ആലോചന കിട്ടിയാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അടുത്ത തലമുറയിൽ ദൈവം വസിക്കുന്ന ഒരു തലം ഉണ്ടാകണമെങ്കിൽ ഈ ദൈവിക ആലോചന ഉണ്ടാകണം. അത് ഇന്നലെ ഒരു അമ്മ ഒത്തിരി കരഞ്ഞോണ്ട് മെസ്സേജ് ഇടുകയാണ്, സിസ്റ്ററെ, എൻ്റെ മോളെ കുറിച്ച് എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. അവൾക്ക് വിവാഹപ്രായമായി. അവള് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളി ഒന്നുമല്ല അവള് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത അക്രൈസ്തവനായ വേറൊരു എന്താ പറയാ, ഒരു നൈജീരിയനൊക്കെ ആയിട്ടാണ് അവളുടെ ഓരോ വിധത്തിലുള്ള ആലോചനകളും പ്ലാനുകളും ഫ്രണ്ട്ഷിപ്പുകളും മീറ്റിങ്ങുകളും എല്ലാം. എനിക്ക് ഒരുപാട് ഭയം തോന്നുകയാണ് സിസ്റ്ററെ. ഞാൻ അവളെ കറക്റ്റ് ചെയ്യുമ്പോൾ അവള് പറയുകയാണ്, ദൈവം ഇതെല്ലാം അനുവദിക്കുന്നുവെന്ന്. അതായത് കൊച്ചിന് അങ്ങനെ ഒരു ബോധ്യം കിട്ടുകയാണ്. അപ്പോൾ യഥാർത്ഥ ദൈവിക ആലോചനയിലേക്ക് നമ്മുടെ മക്കൾ വരുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി, കല്യാണ പ്രായം എത്തി നിൽക്കുന്ന നിങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആലോചനയുള്ള ജീവിത പങ്കാളിയെ സ്വീകരിക്കാനുള്ള കൃപ കിട്ടാൻ നമ്മുടെ അടുത്ത തലമുറയെ മനസ്സിൽ അത്രയും ഭാരമുണ്ട്. കാരണം ആളുകളെ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അടുത്ത തലമുറയെ കുറിച്ച് ഒരു ദൈവിക ആലോചനയില്ലാത്ത തലമുറയാണോ കർത്താവെ അടുത്തത് എന്ന് ഒരു ചിന്ത മനസ്സിലിങ്ങനെ വരികയാണ്. അതുകൊണ്ട് ആരെയും ഭയപ്പെടുത്തുകയല്ല, പക്ഷെ ഇത് റിയാലിറ്റിയാണ്. നമ്മളിത് മനസ്സിലാക്കി കർത്താവെ അടുത്ത തലമുറയിലേക്ക് ഞങ്ങൾക്ക് മക്കളെ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവിക ആലോചനയുള്ള മക്കളെ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളെ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് കരയേണ്ട സമയമാണ്. എല്ലാ മാതാപിതാക്കളും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. ദൈവത്തിന്റെ കരമെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിന് അടുത്തതായി ദൈവം ഇടപെടുന്നത് വലിയ ഡെലിവറൻസ് ആണ്. ദൈവത്തിന്റെ കരം നമുക്ക് നൽകുക. 34-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും കർത്താവ് രക്ഷിക്കുന്നു. നീതിമാൻ സഹായത്തിനായിട്ട് വിളിക്കുമ്പോൾ കർത്താവ് കടന്നു വരും. എല്ലാവിധ കെട്ടുകളിൽ നിന്നും ദൈവം അവരെ മോചിപ്പിക്കും, ദൈവം വിടുവിക്കും. നിലവിളിച്ച് പ്രാർത്ഥിക്കും. നിന്റെ സങ്കടങ്ങൾ എന്താണ്, നിന്റെ അവസ്ഥ എന്താണ്? നമുക്കറിയാം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനം, സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ ദാനിയേലിന്റെ മുൻപിൽ ആരുമില്ല സഹായത്തിന്. പക്ഷേ ദാനിയേൽ ആ വലിയ തടവറയിൽ സിംഹക്കുഴിയിൽ കടന്നുകൊണ്ട് ദൈവത്തെ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സിംഹങ്ങളുടെ വായടയ്ക്കാൻ നമ്മൾ കാണുകയാണ്. തീച്ചൂളിൽ കിടക്കുന്ന മൂന്ന് യുവാക്കൾ ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വരികയാണ്. അവരുടെ ജീവിതത്തിന്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുക. ദൈവകരം വെളിപ്പെടുന്നത് ഡെലിവറൻസിലൂടെയാണ്, വിടുതലിലൂടെയാണ്, വിമോചനത്തിലൂടെയാണ്. ഈ ഒരു കരത്തിന്റെ കൃപയും നമ്മൾ അനുഭവിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാത്തതും മാറാത്തതുമായി ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ശക്തമായിട്ട് ദൈവത്തിന്റെ ഹൃദയം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കരം ചെയ്യുന്ന മറ്റൊരു വലിയ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ കരം എല്ലാം പണിതുയർത്തും. ദൈവത്തിന്റെ കരം എല്ലാത്തിനെയും പണിതുയർത്തും, എല്ലാത്തിനെയും പുത്തനാക്കി മാറ്റും. അപ്പൊ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, ഇന്ന് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തകർന്നു പോയ അവസ്ഥയുണ്ടെങ്കിൽ, അത് ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ജോലി തലങ്ങളാകട്ടെ, ജോലി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാകട്ടെ, അല്ലെങ്കിൽ എല്ലാ വിധത്തിലും ഞാൻ പെട്ടുപോയ അവസ്ഥ. ചില മക്കളൊക്കെ പൊട്ടിക്കരയുന്ന കാണാറുണ്ട്. കുടുംബം തകർന്നു പോയതോർത്ത് കരയാറുണ്ട്. മദ്യപാനത്തിന്റെ കെട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. അവരൊക്കെ പ്രാർത്ഥിക്കണം, ഈശോയെ, എൻ്റെ ജീവിതത്തെ പണിതുയർത്തണേ കർത്താവെ, നിന്റെ കരം എൻ്റെ ജീവിതത്തെ പണിതുയർത്തണേ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വചനത്തില് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ഞാൻ അതെല്ലാം പണിതുയർത്തും. ദൈവത്തിന്റെ വലിയ ഒരു ഇടപെടലിനെ കുറിച്ചാണ് വചനം നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആമോസ് 9:11 പറയുകയാണ്, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിതുയർത്തും, പഴയ കാലത്തന്നതുപോലെ ഞാൻ വീണ്ടും അതിന് ഐശ്വര്യം നൽകും. ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ കർത്താവിന്റെ വചനം എല്ലാം പണിതുയർത്തുന്ന വചനമാണ്. വചനം വീട്ടിൽ വെട്ടുക്കിളി, പച്ചക്കുതിര, കമ്പളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരത്തിൽ വിളവുകൾ ഞാൻ തിരിച്ചു തരും. കർത്താവ് റീസ്റ്റോർ ചെയ്യുകയാണ്. കർത്താവ് നമ്മളെ പണിതുയർത്തുകയാണ്. എല്ലാം തിരിച്ചു തരുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആ ദൈവ കരം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ജോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുക്കുകയാണ്, ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ജോബ് 42:10. അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, എൻ്റെ ജീവിതത്തിന്റെ ഈ സ്ട്രഗിളിൽ, എൻ്റെ ജീവിതത്തിന്റെ ഈ സമാധാനമില്ലാത്ത അവസ്ഥയിൽ, ഈ വലിയ രോഗത്തിന്റെ പീഡയില്, ഈ സാമ്പത്തിക ക്രൈസിസില്, ഈ വിച്ഛേദിക്കപ്പെട്ടു പോയ ബന്ധങ്ങളുടെ തകർച്ചകളില്, കർത്താവെ, വിശ്വാസം കുറഞ്ഞു പോയ എൻ്റെ ജീവിതത്തില്
നിന്റെ വലതുകരത്തിന്റെ ശക്തി വെളിപ്പെട്ട് ഇന്ന് എന്നെ പുനരുദ്ധരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവത്തിന് അടിയറ വെക്കാൻ കർത്താവിന്റെ പരിശുദ്ധമായ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ദൈവകരം ഇന്ന് നിന്റെ ആപത്തിൽ നിന്നെ സംരക്ഷിക്കണം. ദൈവത്തിന്റെ കരം ഇന്ന് വീക്കായി പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ശക്തിപ്പെടുത്തണം. നീ എവിടെയെങ്കിലും നിന്റെ ജീവിതത്തിൽ വഴിതെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ വഴിതിരിച്ചു വിടണം. നീ എവിടെയെങ്കിലും ട്രബിളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ വിമോചിക്കാൻ വേണ്ടിയിട്ട്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പണിതുയർത്തണമേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ആരാധന മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്തോട്ടെ, എന്താണെങ്കിലും നീ വിശ്വസിക്കുക, ദൈവത്തിന്റെ കരം പിടിക്കും, ദൈവം നിന്നെ ശക്തിപ്പെടുത്തും, ദൈവം നിന്നെ നയിക്കും, ദൈവം നിനക്ക് പുതിയ ഒരു വിജയം നൽകുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കർത്താവിന്റെ പരിശുദ്ധമായ അൾത്താരയിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, ഈശോയെ നന്ദി പറയും. ഓ ഈശോ, ആരാധന, ആരാധന, ആരാധന. ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുള്ള കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയുടെ നാമത്തിന്റെ ശക്തി വെളിപ്പെട്ട് രോഗസൗഖ്യങ്ങൾ ഈശോ നൽകി അനുഗ്രഹിക്കും. കർത്താവ് ചില വിടുതലുകൾ നൽകുന്ന ദിവസമാണ്. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കട്ടെ, യേശുവിനെ ആരാധിക്കട്ടെ. കർത്താവേ, എന്റെ ഈ തലത്തിലേക്ക്, എന്റെ ഈ കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക് നിന്റെ വലിയ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വലിയ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. കർത്താവേ നന്ദി പറയുന്നു. കർത്താവേ, കുടുംബങ്ങളെ ഏറ്റെടുക്കണം. നിങ്ങളുടെ അവസ്ഥകളെല്ലാം സമർപ്പിച്ച് ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ കരുണ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഈശോയെ നമുക്ക് പാടി ആരാധിക്കാം. നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് നിർത്താം. ഈശോയെ, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് നിന്റെ കരം വെളിപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് ഉള്ളുരുകി എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുമ്പോൾ കർത്താവ് അടയാളങ്ങൾ ചെയ്യുമെന്ന് ആഗ്രഹിച്ച് വിശ്വാസത്തോടെ നമുക്ക് ഈശോയെ ഒന്ന് പാടി ആരാധിക്കാം. ഈശോയെ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും, അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും, അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. കർത്താവേ, അവിടുന്ന് ഇടപെടണ ഈശോയെ വിശ്വാസത്തോടെ ആരാധിക്കട്ടെ. കർത്താവിന്റെ ശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ,
ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. ഈശോയെ, പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കരുണയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. പ്രിയപ്പെട്ടവർ, വിശ്വസിക്കുക. കർത്താവേ, അങ്ങേ തിരുവൾത്താരയിലുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലോട്ട് വയ്ക്കും. ഈശോയെ സമീപിച്ച എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്ന പത്രോസിനെ പോലെ ഏതെങ്കിലും പ്രതിസന്ധിയിൽ ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും സർവ്വതും സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഞാൻ നിന്റെ സന്നിധിയിൽ നിന്നോട് ചേർന്ന് ഞാൻ ഇരിക്കുകയാണപ്പാ. എന്നെ മുഴുവനായി അറിയുന്ന ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് നോക്കിക്കാണണമേ എന്ന് എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കരുണയൊഴുകട്ടെ. കർത്താവെ, ആരാധിക്കുന്നപ്പാ, ആരാധിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണേ അപ്പാ. സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയും. ഹല്ലേലൂയ. ഈശോ ഈ സമയത്തൊരു വിഷം തരികയാണ്. ഒത്തിരി പേരുടെ കണ്ണുനീര് കർത്താവ് തുടച്ചു മാറ്റുന്ന ഈശോ വെളിപ്പെടുത്തി. നിങ്ങൾ വിശ്വസിക്കണം. ഈശോയെ, അങ്ങനെ തൊട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവെ, നന്ദി പറയും. ഒത്തിരി പ്രതീക്ഷയോടെ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് വന്നു, അത് പെട്ടെന്ന് താന്ന് ഡൗൺ ആയി പോയതോർത്ത് കരയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് എടുത്ത് കാണിച്ചു തരികയാണ്. ഈശോയെ, എൻ്റെ ജീവിതത്തോട് അവിടുന്ന് ഇടപെടണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, സമർപ്പിക്കുന്ന കർത്താവെ, നിന്റെ വചനത്തിന്റെ കൃപ ഈ മക്കളിലേക്ക് ചൊരിയട്ടെ. ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. കർത്താവെ, നന്ദി പറയും. ഈശോയെ, നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തായിരിക്കുന്നു അതെല്ലാം ദൈവകരങ്ങളിലോട്ട് സമർപ്പിച്ച് അടിയറ വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകപ്പെടുന്ന സമയമാണ്. ഈശോയുടെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകപ്പെടുന്ന സമയമാണ്. എല്ലാ പ്രതിസന്ധികളിലും ഈശോ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് കർത്താവ് ഈ സമയത്ത് കാണിക്കുക. കർത്താവിന്റെ വചനം ഇതാണ്. യാക്കോബ് 1-ാം 2-3 വചനങ്ങളിൽ കർത്താവ് തരികയാണ്. വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കത് സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. എല്ലാ സഹനങ്ങളെ സമർപ്പിക്കട്ടെ. കർത്താവിന്റെ വചനം അതാണ്. നിങ്ങൾ സന്തോഷിക്കുക. ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ നിന്നെ അനുവദിച്ചിരിക്കുകയാൽ നിന്റെ മനസ്സ് നീറുവായിരിക്കും. മകനെ ഓർത്ത്, മകളെ ഓർത്ത്, കുഞ്ഞിനെ ഓർത്ത് നീ കരയുന്നുണ്ടാകും. ഈശോയെ, എന്തുകൊണ്ട് നീ എന്നെ കാണുന്നില്ലെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ഹാഗാറിനെ നമ്മൾ കാണുന്നു. അവളുടെ മുൻപിൽ ഒരു അരുവിയുണ്ട്, പക്ഷെ അവളത് കാണുന്നില്ല. കിണർ അവൾ കാണുന്നില്ല. അവളത് കാണാതെ കരയുകയാണ്. ദൈവമേ, നീ എന്തേ എന്നെ കാണാത്തതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ മുൻപിൽ ദൈവം ഇടപെടും നമ്മൾ കാണുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ കാണുന്നില്ല. ചിലപ്പോൾ നമ്മൾ മനസ്സ് തകർന്നിരിക്കുമായിരിക്കും. ഒരു ആത്മീയ ജീവിതത്തിൽ നമ്മൾ വീണു പോകുന്നൊരവസ്ഥയായിരിക്കും. ഈശോ, എന്തുമാകട്ടെ ഈശോയെ, കർത്താവ്, ഏതെങ്കിലുമൊക്കെ ഇരുളടകളിൽ പെട്ടുപോയതുപോലെ മക്കൾ കരയുന്നുണ്ടെങ്കിൽ ഈശോ, ഈ കണ്ണുനീരുകളെല്ലാം നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തി വെക്കുകയാണ്. കർത്താവെ, നീ ഇടപെടണം ഈശോയെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ രാത്രികളുടെ തോരാത്ത കണ്ണുനീരുകളെ ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് വെക്കുന്നു. ഈശോയെ, 10ാം ക്ലാസ് +2 പരീക്ഷ എഴുതുന്ന മക്കള് പഠിക്കുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, രോഗപീഠകള്, മാതാപിതാക്കളുടെ കണ്ണുനീരുകളെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, കുഞ്ഞുങ്ങളുടെ ടെൻഷനുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, നീ ഞങ്ങളോട് പറഞ്ഞല്ലോ അപ്പാ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. നിങ്ങൾ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? കർത്താവിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊപ്പം സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്.
ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് ഈശോ. ആ ഈശോയാണ് തിരുവത്താലായിരിക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ, ഈശോയെ എൻ്റെ ജീവിതത്തിലെ ഈ ഒരു പ്രതിസന്ധിയെ കർത്താവെ, ഈ ഒരു തകർച്ചയെ, ഈ തോരാ കണ്ണുനീരിനെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടു കരങ്ങളും ഉയർത്തി ഈശോയെ വിളിച്ചു സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, വിശ്വസിച്ച് ആരാധിക്കുന്ന കർത്താവെ, വിശ്വസിച്ച് ആരാധിക്കുന്ന കർത്താവെ, രോഗപീഠകളുടെ മേൽ അധികാരമുള്ളപ്പ, രോഗപീഠകളുടെ മേൽ അധികാരമുള്ള എന്റെ കർത്താവെ, അവിടുന്ന് ശക്തമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി തടസ്സങ്ങളുടെ മേൽ കർത്താവിന്റെ വലതുകരം നീട്ടപ്പെടട്ടെ. ഈശോയെ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മനസ്സ് തകർന്നു പോയ മാതാപിതാക്കളെ ഈശോയെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, കടബാധ്യതകള്, രോഗപീഠകള്, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വലതുകരം നീട്ടപ്പെടട്ടെ. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ വിശ്വസിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. തുറന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ, വിശ്വസിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജോയ് എന്ന് പറയുന്ന ഒരാളെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്ന ആട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. വിജോയ് എന്ന് പറയുന്ന ഒരാളെ, ശോഭ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. വലിയൊരു തകർച്ചയിൽ നിന്ന് ഈശോ ഒരു വ്യക്തിയെ പിടിച്ചു കയറ്റുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ ലോൺ പാസ്സാകാത്ത, അതിനുവേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന 3 പേർക്ക് ഈശോ ലോൺ പാസ്സാക്കി കൊടുക്കുന്ന ഒരു മെസ്സേജ് കർത്താവ് നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. ഇസ്രായേലിന് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ബോംബെയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഇന്റർവ്യൂ കൊടുക്കുന്നതും ആ തടസ്സം എടുത്തു മാറ്റുന്നതായിട്ടും കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസവിച്ച് അധിക ദിവസമാകാത്ത കുഞ്ഞിന് വലിയ രോഗപീഠയോർത്ത് കരയുന്നു. ഒരു ഓപ്പറേഷൻ പോലും പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മേല് ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് പറ്റുന്നു. ഈ ശുശ്രൂഷയിലെ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ആരാധന, 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 ആരാധന. നമ്മുടെ മക്കൾ ഈ സമയത്ത് രോഗികളെല്ലാം പ്രാർത്ഥിക്കട്ടെ. മുട്ടുവേദനയുള്ള വ്യക്തിയെ കർത്താവ് ഏറ്റെടുക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നീതു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. കിരൺ എന്ന് പറയുന്ന വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ശരീരത്തിലെ മുറിപ്പാടുകളെ കർത്താവ് ഈ സമയത്ത് കാണിച്ചു തരികയാണ്. അത്രമാത്രം മുറിപ്പെട്ട ഒരവസ്ഥയിൽ ശരീരത്തില് വലിയ ഭാരം കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് ഏറ്റെടുക്കുകയാണ്. കർത്താവെ നന്ദി പറയുന്നു. ക്യാൻസർ രോഗികളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുണ വെളിപ്പെടട്ടെ. ഈശോയെ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി 2 കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന.
കർത്താവേ നിന്റെ കരം വെളിപ്പെടട്ടെ ഈശോയെ. രക്ഷിക്കാനാവാത്ത വിധം കരം കുറുകിപ്പോയിരിക്കുന്ന എന്റെ ഈശോയെ, നിന്റെ വലതുകരം ഈ മക്കളെയൊക്കെ കണ്ണുനീര് തുടക്കട്ടെ ഈശോയെ. ഈശോയെ കർത്താവെ, കേസിലകപ്പെട്ടുപോയ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, തെറ്റായ കേസിലകപ്പെട്ടു പോയിരിക്കുന്ന കുടുംബങ്ങളുടെ മേല് കർത്താവെ വിടുതലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മഞ്ജിമ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് വിളിക്കുന്നു. മഞ്ജിമ കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. 13 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതികൾക്ക് ഈശോ ഈ സമയത്ത് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ ഈ സമയത്ത് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മാസ്റ്റർബേഷൻ, സ്വയം ഭോഗത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിന്റെ വലിയ കരുണയും കരുതലും എല്ലാം ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കുടുംബങ്ങളുടെ മേല് ദൈവശക്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കട്ടെ. കുടുംബങ്ങളുടെ മേല് ഈശോ ഇങ്ങനെ നിങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബങ്ങൾ ഈശോയുടെ കരങ്ങളിലോട്ട് വെച്ച് കർത്താവ് ഒരു വിഷം തരിക. ഈശോയുടെ 2 കരങ്ങളും നമ്മുടെ കുടുംബത്തിനെ മേൽ നീട്ടി പിടിച്ചിരിക്കുന്നത് ആ ഒരു വിഷം ഈശോ തരുന്നു. നിങ്ങൾ വിശ്വസിക്കുക. കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണം ഈശോ. നിങ്ങളുടെ കുടുംബത്തെ ഈശോ നിങ്ങൾക്കായി തന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈശോയെ നിങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ, ആരാധിക്കട്ടെ. ഈശോയെ പാടി ആരാധിക്കട്ടെ. കുടുംബത്തിലേക്ക് ദൈവശക്തി വെളിപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്റെ കുടുംബത്തെ ഏറ്റെടുക്കണം ഈശോയെ, എന്റെ കുടുംബത്തെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി. ദൈവം കൈവിടില്ല. ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്റെ കുടുംബത്തെ ഏറ്റെടുക്കണം ഈശോയെ. ഈശോയോട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. ദൈവത്തിന്റെ കരുണ ഒഴുകട്ടെ, ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകി വരട്ടെ. ഈശോയുടെ കരുതൽ ഒഴുകട്ടെ. ഈശോയെ ഏറ്റെടുക്കണേ ഈശോയെ. കർത്താവേ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരമേറും ജീവിതം എണ്ണ പറ്റിയ വിളക്കുമായി നീടും ജീവിതം വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം എണ്ണ പറ്റിയ വിളക്കുമായി നീടുന്നു ജീവിതം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള വഴി തെളിച്ചു. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. ഈശോയെ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ ഈശോയെ. വലിയ ദൈവകരുണയിലേക്ക് എല്ലാ മക്കളും വ്യാപരിക്കട്ടെ ഈശോയെ. ഈശോയെ നീ കൂടെ ഉണ്ടാകണേ ഈശോയെ.
കർത്താവിന്റെ വലിയ കരുതലിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കും. എല്ലാ മക്കളും കണ്ണുകളടച്ച് സർവ്വതും സമർപ്പിച്ചായിരിക്കട്ടെ. ഈശോയെ, അവിടുന്ന് എന്നെ അധികമായി സ്നേഹിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തെ മൊത്തം നിനക്കറിയാമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈശോയെ, ഞാൻ എത്ര ദൂരെ നിന്നെ വിട്ടുപോയാലും നീ എൻ്റെ സമീപത്ത് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈശോയെ, കർത്താവെ, മനമുരുകിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണെന്ന് തിരുവചനം ഞാൻ വായിക്കുന്നു. അങ്ങ് എന്നെ സമീപിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ ആശ്ലേഷത്തിന് വേണ്ടി, ഈശോയുടെ സാന്നിധ്യത്തിന് വേണ്ടി എല്ലാ മക്കളും ആഗ്രഹിക്കട്ടെ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ മുറിയിലായിരുന്നു, ശിശു നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങൾ വിശ്വസിക്കും. കഥകൾ അടച്ചിരിക്കെ അവനവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ ഈശോയെ, അങ്ങ് എന്നും ജീവിക്കുന്നവനാണ്. ഒരുപാട് രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈശോയെ അനുഭവിക്കുക. ഈശോയോട് നിങ്ങൾ സംസാരിക്കുക. കർത്താവെ, അങ്ങറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, പക്ഷെ എൻ്റെ മനസ്സ് നിറഞ്ഞ് കരയുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത് ഈശോയോട് പറ. എനിക്ക് പറ്റുന്നില്ലെന്ന് ഈശോയോട് നിങ്ങൾ പറ. എവിടെയാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ അവസരങ്ങൾ? കർത്താവെ, ഞാൻ ഒത്തിരി നിസ്സഹായിയാണെന്ന് ഈശോയോട് പറ. ഹെൽപ്ലെസ് ആണ് ഈശോയെ. കർത്താവെ, ഞാൻ തീർത്തും നിസ്സഹായിയാണ്. നമ്മളെ തന്നെ എളിമപ്പെടുത്തി ഈശോയുടെ മുൻപിലോട്ട് വെച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞാൻ തീർത്തും നിസ്സാരയാണ്, എനിക്കൊന്നിനും കഴിയുന്നില്ലെന്ന് എത്രമാത്രം ദൈവത്തോട് പറയുന്നു, അത്രമാത്രം ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും. രോഗികളായ മക്കള് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, രോഗത്തിന്റെ വേദന താങ്ങാൻ പറ്റുന്നില്ല ഈശോയെ. നടക്കാൻ കഴിയാത്തവർ ഈശോയോട് പറയട്ടെ, ഈശോയെ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അന്ധനേശുവിനോട് പറഞ്ഞ കർത്താവെ, എനിക്ക് കാണണം. ബെത്സയിദ കുളക്കരയിലെ രോഗി കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, വെള്ളമിളകുമ്പോ കുളത്തിലിറക്കാൻ ആരുമില്ല, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ നിസ്സഹായതയാണ്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ തന്റെ നിസ്സഹായതകൾ യേശുവിനോട് പങ്കുവെച്ചു, അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. ജായിറോസ് കർത്താവിനോട് പറഞ്ഞില്ലേ, എൻ്റെ മകള് മരിച്ചുപോയി. ശതാധിപൻ വന്ന് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഭൃത്യൻ സുഖമില്ലാതെ കിടക്കുകയാണ്. കർത്താവെ, അവിടുന്ന് ഇടപെടണ ഈശോയെ. നിസ്സഹായതയും നിസ്സാരതയും ദൈവത്തോട് സമർപ്പിച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അവിടുന്നല്ലാതെ മറ്റാരുമില്ല ഈശോയെ. കർത്താവെ, അവിടുന്ന് എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. പരിപൂർണമായിട്ട് സമർപ്പിക്കട്ടെ. ഈശോയെ, ഞങ്ങൾ ഈ വിശ്വാസത്തോടെ ഈ വചനത്തിന്റെ ആഴങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഉള്ളൊരുകി ഈശോ ഈശോ എന്ന് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയുടെ വലിയ ശക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് ഇറങ്ങി വരും. നിന്റെ നിസ്സാരതയിലേക്ക്, നിന്റെ നിസ്സഹായതയിലേക്ക്, നിന്റെ ശക്തിഹീനതയിലേക്ക് കരം നീട്ടി നിന്നെ പിടിക്കാൻ ഈശോ നിന്റെ അടുത്ത് വരും. ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടല്ലേ എന്ന് ഓരോ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, സ്തുതിക്കുന്നപ്പാ, സാധ്യതകൾ ഏറെയുള്ള എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിന്റെ നിസ്സഹായതയിലേക്ക് നീ കടന്നു വരണം ഈശോയെ. എൻ്റെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക് നീ ബലമായി മാറണം ഈശോയെ. കർത്താവെ, നീ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. MBBS പരീക്ഷ എഴുതുന്ന ഒരു കുഞ്ഞിനെ കർത്താവെ
കർത്താവ് അനുഗ്രഹിക്കുന്നതായ കർത്താവ് വെളിപ്പെടുത്തുന്നു. വിജയം കൊടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. ഈശോയുടെ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കണം. പ്രത്യേകിച്ച് 10ാം ക്ലാസ് +2 എഴുതുന്ന പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കണം. എല്ലാ സ്കൂളുകളും 10ാം ക്ലാസ് +2 പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സ്കൂളുകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ടീച്ചേഴ്സിനെ സമർപ്പിക്കാം. ഈശോയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേല് കർത്താവെ വലിയ പരിശുദ്ധാത്മ നിറവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവിടുന്ന് കരുണയായിരിക്കണമേ. ഈശോയെ കർത്താവെ നീ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തളർന്നവന് ബലം നൽകുന്ന കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കൃപ കൊടുക്കണേ. ആരെങ്കിലുമൊക്കെ 10ാം ക്ലാസ് +2 പരീക്ഷ എഴുതുന്ന മക്കളുണ്ടെങ്കിൽ ഈ സമയത്ത് പരിപൂർണമായിട്ട് അവരെ സമർപ്പിക്കട്ടെ. A ലെവല് GCSE എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ഫെബ്രുവരി പകുതിയോടുകൂടി പരീക്ഷ ആരംഭിക്കുകയാണെന്ന് നമുക്കറിയാം. എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവെ അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണേ. ഈ സമയത്ത് OET, CBT, OST പരീക്ഷ എഴുതുന്ന മക്കള് കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണേ. ഈശോ N+R എക്സാം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ കർത്താവെ നീ കരുണയോടെ കടാക്ഷിക്കണേ. ഈശോയെ ജീവിതം കരുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കളുണ്ട്. നമുക്ക് അവരെല്ലാം സമർപ്പിക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരെ സമർപ്പിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ എല്ലാം സമർപ്പിച്ച് ഈശോയെ ആരാധിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ. ഈശോയെ നന്ദി നന്ദി കർത്താവെ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കാലില് ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥയുള്ള അലർജി രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യപ്പെടുത്തുകയാണ്. കണ്ണയ്ക്ക് മുകളിലായിട്ട്, മുട്ടിന് താഴെയായിട്ട് കാലിന് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യപ്പെടുത്തുന്ന അടിശ വെളിപ്പെടുത്തുന്നു. ലങ്സ് രോഗികൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി നന്ദി നന്ദി. ബെന്നി എന്ന് പറയുന്ന വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി. എല്ലാ മക്കളും ഈശോയോട് ചേർന്നിരുന്നേ. ഈശോയെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഈശോയോട് പറഞ്ഞു. കർത്താവെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്ന കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്ന കർത്താവെ, ഞാൻ മുഴുവതയോടെ നിന്നിൽ ആശ്രയിക്കുകയാണ് കർത്താവെ. ഞാൻ നിന്റെ സന്നിധിയിലേക്ക് എല്ലാം സമർപ്പിക്കുകയാണ് കർത്താവെ. വിവാഹ തടസ്സമുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ മദ്യത്തിനും മയക്കുമെന്ന് അടിമപ്പെട്ടു പോയ ഞങ്ങളുടെ യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവെ കരുണയായിരിക്കണം. ഈശോയെ വലിയ കരുണ കാണിക്കണം. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നപ്പാ. ഈ ലോകത്തെ എല്ലാ മക്കളെക്കാൾ അധികമായി ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് ഈശോയോട് പറയട്ടെ. ഈശോയ്ക്ക് നമ്മുടെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ വ്യക്തി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഈശോയെ സ്നേഹിക്കാം, നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈശോയെ നന്ദി പറയുന്നപ്പാ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ, നന്ദി പറയുന്നു. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ മക്കളുടെ വിവാഹത്തെ പ്രത്യേകം സമർപ്പിക്കട്ടെ, പരീക്ഷയെ സമർപ്പിക്കട്ടെ. കർത്താവെ സ്തുതിക്കുന്നു കർത്താവെ, നന്ദി പറയും. ദൈവരാജ്യ വേലയിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ഈ സമയത്ത് വചന അഭിഷേകം കർത്താവ് നൽകുന്നതായിട്ട് ഈശോ വെളിപ്പെടുന്നു. വചനം പഠിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റാത്ത വ്യക്തികൾ ആരൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോ അവരുടെ മേൽ വലിയ ദൈവകൃപ ചൊരിയുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. കർത്താവേ നന്ദി, ആരാധന, ആരാധന. ഈശോയെ നന്ദി. ഈശോയെ കെട്ടിപ്പിടിച്ച് നമുക്ക് പാടി ആരാധിക്കാം. ദൈവത്തിന്റെ കരുണയോട് ചേർത്ത് ജീവിതത്തെ ചേർത്ത് വെച്ച് നമുക്ക് സ്നേഹത്തോടെ കർത്താവിനെ നന്ദി പറഞ്ഞ് നമുക്ക് പാടി ആരാധിക്കാം. പൂക്കൾക്കും ഈശോ എന്റെ ഈശോയെ നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞു യേശുവേ
യേശുവേ ആരാധന. ആദ്യരും അന്ത്യരും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഈശോയെ എല്ലാം കാണുന്ന ഈശോയെ, യേശുവേ ആരാധന. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നുള്ള സമയങ്ങളില് നമ്മൾ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട ആൻമരിയ സിസ്റ്ററിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ചൊരിഞ്ഞു. ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ദിവസങ്ങളിൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ബഹുമാനപ്പെട്ട ആൻമരിയ സിസ്റ്ററിനെ ഓർത്ത് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഇന്നത്തെ ശുശ്രൂഷയിൽ ഗാന ശുശ്രൂഷ ചെയ്ത ടീമിനെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. അവരുടെ ജോലി തിരക്കുകളുടെ ഇടയിലാണ് നമുക്ക്